ഇവിടെ എവിടെ പോയാലും അവിടെ ഈശ്വരധ്യാനമല്ലാതെ വേറൊന്നും കാണാൻ പറ്റില്ല ഈ ഭാരതത്തിൽ. ഇപ്പോൾ കുറേ IT കമ്പനിയൊക്കെ വന്നു എന്നല്ലാതെ ഇവിടെ ഭാരതത്തിൻ്റെ മഹത്വം എന്ന് വെച്ചാൽ ഇത് തപോഭൂമിയാണ്. വേദമേ പറയണത് അന്നാത് പുരുഷ, അന്നത്തിൽ നിന്നാണ് പുരുഷൻ. ഒരു ജീവൻ അന്നത്തിൽ നിന്നാണ് ഉണ്ടാവണത് എന്ന് വേദം പറയണം. ഔഷധം പോലെ അന്നം കഴിക്കണം. ഒരു അന്നത്തിനെ സേവിക്കണത് ഔഷധം പോലെ കഴിക്കണം. ഔഷധം പോലെ കഴിച്ചില്ലെങ്കിൽ ഔഷധം അന്നം പോലെ കഴിക്കേണ്ടി വരും. ഇപ്പോൾ ഉള്ള നോക്കൂ, എല്ലാവരും ഒരു ഇഡ്ഡലി കഴിക്കും, 10-15 ഗുളിക കഴിക്കും. സന്യാസിയെ അടുത്തു പോയി ഈ അലക്സാണ്ടർ ദി ഗ്രേറ്റ് കണ്ടു, വീട്ടിലേക്ക് കൊണ്ടുപോകാൻ നോക്കി, അദ്ദേഹം പോയില്ല. അദ്ദേഹത്തിനെ വെട്ടി നുറുക്കി കൊണ്ടുപോകുമെന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, നീ എന്നെ വെട്ടാൻ പോണില്ല, എൻ്റെ ആത്മാവിനെ നിനക്ക് വെട്ടാൻ പോലെ സാധിക്കില്ല. ഭാരതഖണ്ഡം എന്ന് പറയുന്നത് ഒരു കർമ്മഭൂമിയും ദൈവത്വമുള്ളൊരു ഭൂമിയാണ്. അത് വേദങ്ങളിൽ തന്നെ നമ്മൾ ഭാരതഖണ്ഡത്തിൽ ദൈവം നേരിട്ട് വന്നതായിട്ടും അല്ലാതെ അവതാരങ്ങൾ വന്നും ഇവിടെ ധർമ്മം നിലനിർത്തിയിട്ടുണ്ട്. അങ്ങനെയുള്ളൊരു ഭൂമിയിൽ, അതായത് ഭാരതഖണ്ഡത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഇപ്പം അലട്ടിക്കൊണ്ടിരിക്കണം. പല നാടത്തു നിന്നും പല ആക്രമണവും നടന്നുകൊണ്ടിരിക്കണം. യഥാർത്ഥത്തിൽ അവസാനം എന്തായിരിക്കും സംഭവിക്കുക? ഭാരതം എന്ന് വിഷ്ണു പുരാണത്തിൽ പറയുന്നുണ്ട്. ഭാരതം പുണ്യക്ഷേത്രമാണ്, പുണ്യദേശമാണ്, പുണ്യതീർത്ഥ സ്ഥലമാണ്. പല പുരാണങ്ങളും ഭാരതത്തെ പ്രതിപാദിച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഈ ഭാരതം എന്ന് പറയുന്നത് ഒരു തപോഭൂമിയാണ്. എന്താ ഈ ഭാരതം എന്ന് പേര് വരാൻ കാരണം എന്ന് നോക്കിയാൽ, ഉത്തരം യത് സമുദ്രസ്യ ഹിമാദ്രേ ചൈവ ദക്ഷിണം തദ്ദേശം ഭാരതം പ്രോക്തം ഭാരതീ യത്ര സന്തതി. ഉത്തരത്തിൽ സമുദ്രമാണ്, മേലേക്ക് നമ്മൾ നോക്കിയ ദക്ഷിണ ഭാഗത്തേക്ക് ഹിമാലയം കൊണ്ട് മൂടിയിരിക്കണം. ഇതിൻ്റെ ഇടയിലുള്ള ദേശത്തിനെയാണ് ഭാരതദേശം എന്ന് പറയണത്. എന്തുകൊണ്ട് ഭാരതദേശം എന്ന് പറയുന്നത്? ഭരതൻ്റെ തലമുറക്കാരാണ് നമ്മൾ. അതുകൊണ്ട് ഭാരതീയത്ര സന്തതി, നമ്മളെല്ലാം ഭരതൻ്റെ തലമുറക്കാരാണ്. ഭരതനോ ധർമ്മശാസ്ത്രപ്രകാരം ഒരു രാജനീതിയോടുകൂടി രാജ്യം ഭരിച്ച ആളാണ്. ഇതൊരു തീർത്ഥക്ഷേത്രമാണ്. നമ്മുടെ പാരമ്പര്യം തപസ്സാണ്. തപസ്സിലൂടെയാണ് നമ്മൾ പല വിപ്ലവങ്ങളും സാധിച്ചിരിക്കുന്നത്. ഇന്ന് പലതും കർമ്മത്തിലൂടെ നേടുന്നതൊക്കെ നമ്മൾ തപസ്സിലൂടെ നേടിക്കൊണ്ടിരുന്ന ഒരു ദേശമാണ് ഭാരതദേശം. അതുകൊണ്ട് മനുസ്മൃതിയിൽ പോലും പറയണു, എവിടെയൊക്കെ ആരൊക്കെ ജനിച്ചോ ഈ ഭാരതദേശത്തിൽ വന്നല്ലാതെ അവന് മുക്തിക്ക് കാരണമില്ല. എന്ന് വെച്ചാൽ ഇത് തീർത്ഥമാണ്. വേദം പറയണത് പോലെ യേ തീർത്ഥാനി പ്രചരന്തി ശ്രീകാവന്തോ നിശങ്കിണ. ഇവിടെ എവിടെ പോയാലും അവിടെ ഈശ്വരധ്യാനമല്ലാതെ വേറൊന്നും കാണാൻ പറ്റില്ല ഈ ഭാരതത്തിൽ. ഇപ്പോൾ കുറേ IT കമ്പനിയൊക്കെ വന്നു എന്നല്ലാതെ ഇവിടെ ഭാരതത്തിൻ്റെ മഹത്വം എന്ന് വെച്ചാൽ ഇത് തപോഭൂമിയാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യ ചൈന വാറിൻ്റെ സമയത്ത് ചില ആയുധങ്ങൾ ഭാരതത്തിൽ പ്രയോഗിക്കാൻ പറ്റാതായി. ഭാരതത്തിലേക്ക് പ്രയോഗിക്കുമ്പോൾ അത് നിർവീര്യമായി പോകുന്നൊരവസ്ഥയുണ്ട്. അത് ചൈന വാറിലൊക്കെ നടന്നിട്ടുണ്ട്. അങ്ങനെ എന്ന് വെച്ചാൽ ഇത് തപോഭൂമിയാണ്. ഇവിടെ ആചാര്യന്മാർ തപസ്സിരുന്നതും ഋഷികളുടെ തപസ്സിരുന്നതും ആ തപസ്സിൻ്റെ ശക്തി നിറഞ്ഞതുമായിട്ടുള്ള ഇടമാണ്. അപ്പോൾ ഭാരതത്തിനെ അങ്ങനെ പെട്ടെന്നൊന്നും ഇല്ലാതാക്കാൻ പറ്റില്ല. അലക്സാണ്ടർ ദി ഗ്രേറ്റ് എന്ന് പറഞ്ഞ് വലിയൊരു മഹാൻ, എന്ന് വെച്ചാൽ ആളുകളെയൊക്കെ കൊന്ന് കോൺകർ ചെയ്ത് ഓരോ സ്ഥലം പിടിച്ചടക്കിക്കൊണ്ടിരിക്കുന്ന ആൾ ഭാരതത്തിലേക്ക് പോകണം എന്ന് പറഞ്ഞിട്ട് അമ്മയുടെ അടുത്ത് പറഞ്ഞ് യാത്ര വന്നു. അപ്പോൾ അമ്മ പറഞ്ഞു, നീ എല്ലാ സ്ഥലത്തിലും പോയി കളിക്കണത് പോലെ ഈ ഭാരതത്തിൽ പോയി കളിക്കരുത്. എന്ന് വെച്ചാൽ ഈ ഭാരതത്തിൽ എന്തോ ഒരു പ്രത്യേകതയുണ്ട്, ഒരു ഭയം പണ്ട് തൊട്ടേ ആൾക്കാർക്കുണ്ട്. എന്ന് വെച്ചാൽ ഈ തപോഭൂമിയാണിത്. ഒരു മരത്തിൻ്റെ ചുവട്ടിലിരുന്ന് പോലും ഈ ലോകത്തുള്ള സർവ്വസ്ഥലങ്ങളെയും ദൃശ്യമായിട്ട് കണ്ടിരിക്കണു. ഉള്ളിൽ പ്രകാശപൂർണമായിട്ടുള്ള ദൃശ്യത്തിലൂടെ കണ്ടിരിക്കണു പല ഋഷികളും. അതുകൊണ്ട് ഭാരതത്തിൽ നീ പോയാൽ അവിടെ ഒരുപാട് യോഗികളുണ്ടെന്ന് കേട്ടിട്ടുണ്ട്, ഒരാളെങ്കിലും എനിക്ക് കൊണ്ടുതരുമെന്ന് പറഞ്ഞു. നമ്മൾ ചരിത്രത്തിൽ പോലും രേഖപ്പെടുത്തിയിട്ടില്ലാത്തൊരു കാര്യം, സമർത്ഥ രാംദാസ് എന്ന് പറഞ്ഞ ഒരു സന്യാസിയെ അടുത്തു പോയി ഈ അലക്സാണ്ടർ ദി ഗ്രേറ്റ് കണ്ടു, വീട്ടിലേക്ക് കൊണ്ടുപോകാൻ നോക്കി, അദ്ദേഹം പോയില്ല. അദ്ദേഹത്തിനെ വെട്ടി നുറുക്കി കൊണ്ടുപോകുമെന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, നീ എന്നെ വെട്ടാൻ പോണില്ല, എൻ്റെ ആത്മാവിനെ നിനക്ക് വെട്ടാൻ പോലെ സാധിക്കില്ല എന്ന് പറഞ്ഞ് ഒരു നല്ല തണുപ്പത്ത് ഒരു തോർത്ത് മാത്രം ഉടുത്തിരിക്കുന്ന ഒരു സന്യാസി. ഇതാണ് ഭാരതത്തിൻ്റെ ശ്രേഷ്ഠത. അവസാനം അദ്ദേഹം പറഞ്ഞു, നീ കൂടെയും ഇവിടുന്ന് ഒന്നും കൊണ്ടുപോകാൻ പോണില്ല. അങ്ങനെ അലക്സാണ്ടർ ദി ഗ്രേറ്റ് ഭാരതത്തിൽ നിന്ന് കിട്ടിയ ഉപദേശം കൊണ്ട് മരിക്കുന്ന സമയത്ത് തൻ്റെ കൈ രണ്ടും ഇങ്ങനെ വെച്ച് കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. എന്ന് വെച്ചാൽ ഞാൻ വെട്ടിപ്പിടിച്ചതൊന്നും ഞാൻ കൊണ്ടുപോകാൻ പോണില്ല.
ഇതാണ് ഭാരതത്തിൻ്റെ സംസ്കാരം. ഇത് ലോകത്തിന് മുഴുവൻ ഒരു ടീച്ചിങ് ആണ്. സ്വാമി വിവേകാനന്ദൻ്റെ അടുത്ത് പോലും ഭാരതത്തിൻ്റെ മഹിമയെപ്പറ്റി വിവേകാനന്ദൻ പറയുമ്പോൾ കൂടെ ഉള്ളവരൊക്കെ ചോദിക്കും, എന്നാൽ പിന്നെ ഈ ഭാരതം ഇത്ര മഹത്വമാണെങ്കിൽ എന്തുകൊണ്ട് ഭാരതം മറ്റ് ദേശങ്ങളെയൊക്കെ വെട്ടിപ്പിടിക്കണില്ല, എന്തുകൊണ്ട് കോൺകർ ചെയ്യണില്ല എന്ന് ചോദിച്ചു. അപ്പോൾ സ്വാമി വിവേകാനന്ദൻ പറഞ്ഞു, ഇൻ ഹിസ്റ്ററി ഒൺലി ബാർബേറിയൻസ് വിൽ കോൺകർ. ഈ ഹിസ്റ്ററി നോക്കിയാൽ ഇവിടെ ബാർബേറിയന്മാർ, പിശാചുക്കൾ, രാക്ഷസന്മാർ മാത്രമാണ് വെട്ടിപ്പിടിക്കുന്നത്. ഭാരതത്തിന് അതിൻ്റെ ആവശ്യമേ ഇല്ല. ഭാരതത്തിൻ്റെ തന്മ അത് അധ്യാത്മ മണ്ണാണ്, അത് തപോഭൂമിയാണ്. അതുകൊണ്ട് തന്നെ ഭാരതത്തിൽ ഒരു ദുഷ്ടശക്തിക്കും പ്രവേശനമില്ല. ഇവിടെ സനാതനമാണുള്ളത്. ആത്മീയ ജീവിതത്തിൽ ഭക്ഷണത്തിൻ്റെ രീതി എങ്ങനെയൊക്കെ ആയിരിക്കണം? ഇന്നുള്ള കാലത്ത് നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് അറിയേണ്ട ഒരു കാര്യമാണ് ഇന്നത്തെ ക്വസ്റ്റ്യൻ. നല്ലൊരു ക്വസ്റ്റ്യനാണ്. ഭക്ഷണത്തിന് എത്രയധികം പ്രാധാന്യം ഉണ്ട്, അത് അധ്യാത്മം അങ്ങോട്ട് മാറ്റിവെച്ചാലും ഭക്ഷണത്തിന് എത്രയധികം പ്രാധാന്യം ഉണ്ട് എന്ന് നമ്മൾ അറിയണം. വേദമേ പറയണത് അന്നാത് പുരുഷ, അന്നത്തിൽ നിന്നാണ് പുരുഷൻ. ഒരു ജീവൻ അന്നത്തിൽ നിന്നാണ് ഉണ്ടാവണത് എന്ന് വേദം പറയണം. അതിൻ്റെ പിന്നാലെ മേലേക്ക് നോക്കിയാൽ ആകാശസംഭൂതഃ ആകാശാത് വായുഃ വായോരഗ്നിഃ അഗ്നേരാപഃ അദ്യഃ പൃഥിവീ പൃഥിവ്യാമോഷധയഃ ഓഷധേഭ്യോ അന്നം അന്നാത് പുരുഷഃ. വലിയൊരു പ്രോസസ്സ് കഴിഞ്ഞിട്ടാണ് അന്നം വരണത്. അതിപ്പോൾ അന്നത്തിൽ നിന്നും പുരുഷൻ എന്ന് പറയുമ്പോൾ അന്നം എല്ലാവർക്കും ആവശ്യമാണ്. ഒരു ജീവന് അന്നമാണ് ഏറ്റവും വലിയ ആവശ്യം. ഒരു സത്സംഗം കൂടെ അല്ല. ചിലപ്പോൾ ഒരു അധ്യാത്മ ജീവിതത്തിൽ സത്സംഗം വലിയ പ്രാധാന്യമുണ്ട്. ഒരു സത്സംഗം നടത്തിക്കൊണ്ടേയിരിക്കണു, നിർത്തണേ ഇല്ലെങ്കിൽ അവരെന്ത് ചെയ്യും? പതുക്കെ പതുക്കെ അന്നത്തിലേക്ക് നോക്കി പോകും. കാരണം അന്നം നെസസറി ആണ്, എസൻഷ്യലാണ് നമുക്ക്. അപ്പോൾ ആ അന്നം എങ്ങനെയുള്ള അന്നമാണ് നമ്മൾ ഒരു അധ്യാത്മ ജീവിതത്തിൽ ആൾ കഴിക്കേണ്ടത് എന്ന് പറയണു. സത്വാത് സഞ്ചായത്തെ ജ്ഞാനം. സത്വഗുണമുള്ള സാത്വിക ഗുണമായിട്ടുള്ള അന്നം കഴിക്കണം. ഇപ്പോൾ എന്താ ഈ ഗുണങ്ങളെന്ന് പറഞ്ഞാൽ, ഒരു മനുഷ്യൻ 3 ഗുണങ്ങളായിട്ട് നിർമ്മിച്ചിരിക്കുന്നതാണ്. ഒന്ന് സത്വഗുണം, ഒന്ന് രജോ ഗുണം, ഒന്ന് തമോ ഗുണം. ഈ 3 ഗുണം മനുഷ്യനിൽ ഉണ്ടാവും. അത് ബ്രാഹ്മണനായിക്കോട്ടെ, ക്ഷത്രിയനായിക്കോട്ടെ, ശൂദ്രനായിക്കോട്ടെ, ഈ 3 ഗുണവും ഇല്ലാത്ത ആരുമില്ല. സത്വഗുണം എന്ന് പറയുന്നത് അവൻ്റെ സ്വരൂപമാണ്. അവൻ്റെ സ്വരൂപത്തോട് അടുക്കുമ്പോൾ അവൻ സത്വിയാവും, സാത്വികനാവും. ഇനി സ്വരൂപത്തെ വിചാരം ചെയ്താലും അവൻ സാത്വികനാവും. അത് 1. 2 രജോ ഗുണം എന്ന് പറഞ്ഞാൽ നമുക്ക് കർമ്മം ചെയ്യാൻ രജോ ഗുണം ഇല്ലാതെ പറ്റേയില്ല. എന്തെങ്കിലും ഒരു കർമ്മം ചെയ്യണമെങ്കിൽ രജോ ഗുണം വേണം. പിന്നെ ഒന്ന് തമോ ഗുണം. നമ്മളെല്ലാവരും നിദ്രയിൽ പോകും. ഈ നിദ്ര എന്തുകൊണ്ട് വരണു? തമോ ഗുണം കൊണ്ട് വരണം. ഇപ്പം ഇത് 3 ഗുണങ്ങളുണ്ട്. അപ്പോൾ ഇത് കൃത്യമായിട്ട് വരണം, ഇല്ലേ? ഇത് മാറി മാറി ഓർഡർ മാറി വന്നാലും പ്രശ്നമാണ്. എന്തെങ്കിലും കർമ്മം ചെയ്യാൻ പോകുമ്പം ഉറക്കം വരണമെന്ന് പറയും. ഏതെങ്കിലും ഒരു സത്സംഗത്തിലിരിക്കുമ്പോൾ ഉറക്കം വരണമെന്ന് പറയും. ഇല്ല, ഇനി എന്തെങ്കിലും സത്വിക ഗുണമായിട്ട് മെഡിറ്റേഷൻ ചെയ്യാൻ പോകുമ്പോൾ എന്തെങ്കിലും കർമ്മം ചെയ്താലോ എന്ന് തോന്നും. ഇതൊരു രജോ ഗുണം അവിടെ വരും. ഇനി ഉറങ്ങാൻ വേണ്ടി കിടക്കുമ്പോൾ തമോ ഗുണം വരേണ്ട സമയത്ത് ആക്റ്റീവായിട്ടിരിക്കും. ഏതെങ്കിലും ഫോൺ നോക്കിക്കൊണ്ടിരിക്കും, ഇത് നോക്കിക്കൊണ്ടിരിക്കും. നമ്മുടെ സംസ്കാരം വച്ചിട്ട് എല്ലാവർക്കും ഈ ഗുണങ്ങളെല്ലാം ഡിസോർഡർ ആയിരിക്കണം. ഇതിന് ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് വേണ്ടത് അന്നമാണ്. ആഹാരശുദ്ധവും സത്വശുദ്ധവും എന്ന് പറയുന്നുണ്ട്. ആഹാരശുദ്ധി ആയാൽ സത്വശുദ്ധി വന്നു. എങ്ങനെ ഇരിക്കണം ആഹാരം? അല്പാഹാര വിഹാരസ്യ എന്ന് കൃഷ്ണൻ നമുക്ക് ഉപദേശിച്ചു ഭഗവത്ഗീതയിൽ. അല്പാഹാരം, ആഹാരം എന്ന് പറയുന്നത് ഔഷധം പോലെ കഴിക്കണം എന്നാണ്. തസ്മാത് സർവൗഷധം ഉച്യതേ എന്ന് വേദം പറയുന്നുണ്ട്. അന്നത്തിന് സർവ്വ ഔഷധമാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ ഔഷധം പോലെ അന്നം കഴിക്കണം. വാരി വലിച്ച് 10-15 ഇഡലിയൊക്കെ കഴിച്ചിട്ടിരുന്നാൽ പറ്റില്ല. നമുക്ക് തമോ ഗുണം വന്നു പോയി, ഉറക്കം വന്നു പോകും, ഏമ്പക്കം വരും. അതുകൊണ്ട് സത്വികമായിട്ടുള്ള ഫുഡ് കഴിക്കുക. ആ ഫുഡ് അല്പാഹാരമായിരിക്കണം. കുറച്ച് ആവശ്യത്തിന് ഭക്ഷണം കഴിച്ചാൽ നമുക്ക് സ്വസ്ഥത ഉണ്ടാവും, സത്വഗുണം ഉണ്ടാവും. ഭക്ഷണം കൂടിപ്പോയാൽ അന്നം, പൊതുവിലൊരു ചൊല്ലുണ്ട്, ഔഷധം പോലെ അന്നം കഴിക്കണം. ഒരു അന്നത്തിന് സേവിക്കണത് ഔഷധം പോലെ കഴിക്കണം. ഔഷധം പോലെ കഴിച്ചില്ലെങ്കിൽ ഔഷധം അന്നം പോലെ കഴിക്കേണ്ടി വരും. ഇപ്പോൾ ഉള്ള നോക്കൂ, എല്ലാവരും ഒരു ഇഡ്ഡലി കഴിക്കും, 10-15 ഗുളിക കഴിക്കും. ഇതെല്ലാം ഡിസോർഡറാണ്. അപ്പോൾ അന്നം നമുക്ക് ശുദ്ധമായിട്ട് യുക്താഹാരം കഴിക്കണം. ആവശ്യത്തിന് എന്താണോ നമുക്ക് ആവശ്യം അത് കഴിക്കുക. സാത്വികമായിട്ടുള്ള ആഹാരം കഴിക്കുക. പൊതുവിലെ സാധകർ എപ്പോഴും നല്ല ശുദ്ധമായ ആഹാരം കഴിക്കുക. ഫ്രിഡ്ജിലൊന്നും വെച്ചത് കഴിക്കാതിരിക്കും. ഇപ്പോൾ നമ്മൾ വീട്ടിലൊക്കെ പോയാൽ
ഫ്രിഡ്ജിൽ നിന്ന് വരും. ഇല്ല, കഴിഞ്ഞ ഓണത്തിന് വെച്ച അവിയൽ വരെ വീട്ടിലിരിക്കും. എപ്പോൾ എന്ത് വേണോ സ്വിച്ച് ഇടുന്ന പോലെയാണ്, അപ്പം ചൂടാക്കി കൊണ്ടുവരും. ഇതെല്ലാം നമുക്ക് തമോ ഗുണത്തെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. ഇത് പല പല മനസ്സിനെ ബാധിക്കണു. ഈ അന്നം ആണ് പ്രാണനെ ബാധിക്കണത്. അതുകൊണ്ട് പ്രാണശക്തിയില്ല ആർക്കും. ഫ്രിഡ്ജിൽ ആഹാരമൊക്കെ കഴിച്ചാൽ ഇപ്പോൾ ആർക്കും എണീറ്റ് നടക്കാൻ വയ്യ, ഒരു ഉണർവില്ല. അന്നത്തിൻ്റെ സൂക്ഷ്മമാണ് പ്രാണൻ. ഇനി പ്രാണൻ്റെ സൂക്ഷ്മമാണ് മനസ്സ്. നല്ല ഫുഡ് കഴിച്ചാൽ നല്ല പ്രാണൻ ഉണ്ടാവും. നല്ല പ്രാണൻ വന്നാൽ നല്ല മനസ്സിൻ്റെ ഓട്ടമൊക്കെ നല്ലതുപോലെ ഇരിക്കും. നല്ല സത്വചിന്തയുള്ള മനസ്സായിരിക്കും. ഒരു ചീത്ത ഫുഡ് കഴിക്കുമ്പോൾ നമുക്ക് പ്രാണൻ അഫക്റ്റഡ് ആവും. പ്രാണൻ അഫക്റ്റഡ് ആവുമ്പോൾ മനസ്സ് അഫക്റ്റഡ് ആവും. പിന്നെ ബുദ്ധി കിട്ടണില്ല, നമുക്ക് സ്ട്രെസ്സ് വരണു, BP വരണു. ഇതൊക്കെ ഈ ഫുഡിൻ്റെ ആണ് പ്രധാന പ്രോബ്ലം. അതുകൊണ്ട് ഫസ്റ്റ് ഓഫ് ഓൾ ആദ്യം അന്നത്തെ ഉപാസിക്കണം എന്നാണ് ഉപനിഷത്ത് പോലും പറയണത്. അന്നത്തിനെ ഉപാസിക്കുക. അന്നം ബ്രഹ്മോപാസതേ. അന്നത്തിനെ ഫസ്റ്റ് ബ്രഹ്മം എന്ന് കരുതി ഉപാസിച്ചോളൂ. അതുകൊണ്ട് അന്നത്തിനെ നമ്മൾ ഉപാസിച്ച് ഭക്ഷണം വയ്ക്കണം. പാചകം ചെയ്യുമ്പോൾ പോലും നമ്മൾ സത്വചിന്തയോടുകൂടി ഭഗവത് നാമത്തോടുകൂടി ഈ അന്നം കഴിച്ചാൽ എൻ്റെ കുട്ടിക്കോ മകനോ ഭർത്താവിനോ ഒക്കെ സന്തോഷമുണ്ടാവണം, ശാന്തി ഉണ്ടാവണം എന്ന് പറഞ്ഞ് ഒരാൾ അന്നം പാചകം ചെയ്തു കൊടുത്താലും ആ സങ്കല്പം അവൻ്റെ ഉള്ളിൽ സത്വചിന്ത ഉണ്ടാക്കും. അപ്പോൾ അതുകൊണ്ട് പാചകം ചെയ്യണ തൊട്ട്, കിച്ചൺ തൊട്ട്, സ്വാമി വിവേകാനന്ദനെ പറഞ്ഞു നമ്മുടെ റിലീജിയൻ കിച്ചൺ റിലീജിയനാണ്.